കോട്ടയത്ത് തട്ടുകടയിലുണ്ടായ സംഘർഷത്തിനിടയിൽ അക്രമിയുടെ ചവിട്ടേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഈ അക്രമം നടന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ CPO ശ്യാം പ്രസാദാണ് മരിച്ചത്. ഈ സംഭവത്തിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 12:30-ക്ക് ശേഷമാണ് കോട്ടയം ഏറ്റുമാനൂരിന് സമീപം ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ കൂടിയായ CPO ശ്യാം പ്രസാദ് രാത്രി ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഏതാണ്ട് 12:30യോട് കൂടിയാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഏറ്റുമാനൂർ ആശുപത്രിക്ക് സമീപത്തുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ച് തട്ടുകടലിൽ ശ്യാം പ്രസാദ് പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ആ സമയത്താണ് കടക്കാരനുമായി ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജിബിൻ ജോർജ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇയാൾ വലിയ രീതിയിൽ ആ കടക്കാരനെ അസഭ്യം പറയുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമായിരുന്നു. ഈ സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് മുൻപേ പരിചയമുള്ള കടക്കാരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് സഹായം തേടുകയായിരുന്നു. ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഈ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇനി ഇവിടെ കിടന്ന പ്രശ്നമുണ്ടാക്കിയാൽ പോലീസിനെ വിളിച്ചു വരുത്തും, കസ്റ്റഡിയിലെടുക്കും എന്ന ഇയാൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതി ജിബിനോട് പറയുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ ജിബിൻ പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദിന് നേരെ തിരിയുകയായിരുന്നു. ആ ശ്യാം പ്രസാദിനെ പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം അസഭ്യം പറയുകയും വളരെ ക്രൂരമായി പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ നിലത്തിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലടക്കം ചവിട്ടുകയായിരുന്നു. ഈ സമയത്താണ് കുമരകം CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതിലെ പരിശോധനയ്ക്ക് വേണ്ടി, നൈറ്റ് പെട്രോളിങ്ങിന് വേണ്ടി എത്തുന്നത്. അങ്ങനെ എത്തിയ സമയത്ത് ഈ പോലീസിനെ കണ്ടപാടെ ഈ പ്രതി സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെ ഈ കടയിലുണ്ടായിരുന്ന ആളുകൾ പോലീസിനോട് ഇക്കാര്യം പറയുന്നു. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച പ്രതിയാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്ന് പറയുന്നു. ഇതോടുകൂടി കുമരകം CAയുടെ നേതൃത്വത്തിലുള്ള സംഘം തൊട്ടു സമീപത്ത് നിന്ന് തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് അയാളെയും കൊണ്ട് തിരികെ ഇവിടെ എത്തിയ സമയത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം പ്രസാദ് ഇവിടെ തന്നെ ഇരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന് പുറമേ നിന്ന് കണ്ടാൽ വലിയ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും അദ്ദേഹത്തെ പോലീസ് ജീപ്പിൽ കയറ്റി തൊട്ട് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം പ്രസാദ് ജീപ്പിനുള്ളിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. എങ്കിലും നിമിഷങ്ങൾക്കകം തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. പിന്നീട് രാത്രി 2:15 അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ഈ കേസിലെ പ്രതിയായിട്ടുള്ള ജിബിൻ ജോർജ് ആൻറ്റി സോഷ്യൽ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഒരുപാട് കേസുകളിൽ അയാൾ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. ആൻറ്റി സോഷ്യൽ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണ്. അയാൾ നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അയാൾ ഇന്നലെ രാത്രി തൊട്ട് സമീപത്തായി കാണുന്ന ഒരു ബാറാണ്. ആ ബാറിൽ നിന്ന് മദ്യപിച്ച് വന്നതാണ് എന്നുള്ളതാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഇവിടെ ഈ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തുകയും ഇവിടെ കടക്കാരനുമായി പ്രശ്നം ഉണ്ടാക്കുകയുമായിരുന്നു. ഈ സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഒരു പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ 12:30-ഓടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മടങ്ങി വന്നതാണ്. ഈ സമയത്ത് അദ്ദേഹം ഈ കടക്കാരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇനി പ്രശ്നമുണ്ടാക്കിയാൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ഈ അക്രമിയോട് പറയുന്നു. ഇതിൽ പ്രകോപിതനായ അക്രമി ജിബിൻ ജോർജ്, പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജ് ആ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തിരിയുന്നു. അദ്ദേഹത്തെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. നെഞ്ചിനടക്കം ചവിട്ടേറ്റിട്ടുണ്ട്. എന്താണെങ്കിലും ഇതേ തുടർന്ന് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്ന ദാരുണമായ ഒരു സംഭവമാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഉണ്ടായിരിക്കുന്നത്. രാത്രി ജോലി കഴിഞ്ഞ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടായത്. ഇത്തരത്തിലൊരു അക്രമിയുടെ ചവിട്ടേറ്റ മരണപ്പെട്ടത്. വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് കോട്ടയത്ത് നിന്ന് ഇന്ന് പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ 12:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഈ കടയുടെ ചെറിയ തട്ടുകടകളാണ്. ഈ കടയുടെ ഭാഗത്ത് വെച്ച് ഈ അക്രമി ജിബിൻ ജോർജ് എന്ന് പറയുന്ന അക്രമി നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള അയാൾ പോലീസ് ഉദ്യോഗസ്ഥനെ നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പ്രതിയെ നിലവിൽ രാത്രി ഇവിടെ നിന്ന് കുമരകം SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അയാളെ ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഏറ്റുമാനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയുള്ളത്. ഇനി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും കോട്ടയത്തെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. അതിനുശേഷം
എന്താണ് മരണകാരണം എന്നത് വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ കൊലപാതക കുറ്റമടക്കം ചുമത്തേണ്ടതുണ്ടെങ്കിൽ ആ കുറ്റമടക്കം ആ വകുപ്പുകളടക്കം ചുമത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ ഒരു വാർത്ത. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ കൂടിയായ CPO ശ്യാം പ്രസാദാണ് ഈ അക്രമിയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. ഈ സംഭവത്തിൽ ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.